2026 നമ്മളുടെ സ്റ്റോക്ക് നിക്ഷേപം ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് ഇന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ കോണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 2025 അങ്ങനെ കടന്നുപോയി. 2025 കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ച് ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്, അത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിപരമായിട്ടുള്ള കാര്യം. 2026 ഇനി വരുന്ന വർഷങ്ങളിലും ഈ തെറ്റുകൾ നമ്മൾ ചെയ്യാതിരിക്കണമെങ്കിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെന്റ് പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടുള്ളൊരു ഇംഗ്ലീഷ് സെയിങ് എന്ന് പറയുന്നത് ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്നാണ്. നമ്മളുടെ കയ്യിലുള്ള എല്ലാ ധനവും അതൊരു പർട്ടിക്കുലർ അസറ്റ് ക്ലാസ്സിൽ നിക്ഷേപിക്കരുത് എന്നുള്ളത് തന്നെയാണ് ഈ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയുമ്പോൾ ഒന്നാമത്തെ റൂൾ ഉള്ളത്. ഈ ഒരു ഒന്നാമത്തെ റൂള് നമ്മൾ പാലിക്കാറില്ല എന്ന് മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള എല്ലാ പൈസയും അത് ഒരൊറ്റ സ്റ്റോക്കിലേക്ക് നിക്ഷേപിക്കുന്ന വലിയ ഒരു അബദ്ധം നമ്മൾ ചെയ്യാറുണ്ട്. നിഫ്റ്റി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാത്രം താഴ്ന്ന ലെവലിൽ നിൽക്കുകയും നിഫ്റ്റി മുന്നോട്ട് പോകുന്നതിന്റെ ആ ഒരു റാലിയിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്ത ഇരിക്കുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഇനി നമുക്ക് മുന്നോട്ട് പോകണം. ആ പ്ലാൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എത്ര തരത്തിലുള്ള അസറ്റ് ക്ലാസ്സുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയുമ്പോൾ ഡിമാറ്റ് ആയിട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് പറ്റി സംസാരിക്കുന്ന സമയത്ത് എല്ലാ ആളുകളും പൊതുവെ സ്റ്റോക്ക് മാത്രം ഒപ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. സ്റ്റോക്ക് മാത്രമല്ല, നമുക്ക് ഗോൾഡും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ 2025 അല്ലെങ്കിൽ 2025 ജാനുവരി മാസത്തിൽ ഗോൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് $2200 ആയിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോ അത് എത്തി നിൽക്കുന്നത് $4400 അടുത്തെത്തി. ഏകദേശം ഒരു 70% ഗെയിൻ ആണ് ഗോൾഡ് മാത്രം നൽകിയിട്ടുള്ളത്. ഒരു സിംഗിൾ അസറ്റ് ക്ലാസ് 70% റിട്ടേൺ ഈ ഒരു 2025 എന്ന് പറയുന്ന വർഷത്തിൽ നമുക്ക് നൽകിയെങ്കിൽ ഈ ഗോൾഡ് വാങ്ങിക്കാതെ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടില്ല. ഗോൾഡ് പല ആളുകളും ഈ 2025 മിസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം ഏതൊക്കെ രീതിയിൽ ഗോൾഡ് നമുക്ക് ഇലക്ട്രോണിക്കലി വാങ്ങാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതുവരെ ഒരു ധാരണ ഇല്ലാത്തത് തന്നെയാണ്. പ്രധാനമായിട്ടും നമുക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ആ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചാൽ നമുക്ക് നമ്മളുടെ ഫിസിക്കൽ ഗോൾഡ് ഉണ്ടാകുന്ന അപ്രീസിയേഷൻ ഈ ഒരു ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ റിഫ്ലക്ട് ചെയ്യും. രണ്ടാമത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്നത് ഗോൾഡ് ബീസ് എന്ന് പറയുന്ന ഒരു ETF ആണ്. ഫിസിക്കൽ ഗോൾഡ് ഉണ്ടാവുന്ന അതേ അപ്രീസിയേഷൻ നമുക്ക് ഈ ഒരു ഗോൾഡ് ബീസിൽ റിഫ്ലക്ട് ചെയ്യും. മൂന്നാമതും SGB സോറിൻ ഗോൾഡ് ബോണ്ട് പോലെയുള്ള ഒരു ഓപ്ഷനും കൂടി നിലനിൽക്കുന്നുണ്ട്. ഇനി അത് ഉപയോഗിച്ചില്ലെങ്കിൽ കൂടിയും ഗോൾഡ് മ്യൂച്വൽ ഫണ്ടും ഗോൾഡ് ബീസും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലൂടെ വാങ്ങാനായിട്ട് സാധിക്കും. ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഈ പറയുന്ന 70% ഗെയിൻ നമുക്ക് ഒരിക്കലും മിസ്സാവില്ല. അപ്പൊ ഗോൾഡിനെ നമ്മൾ അവഗണിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു അബദ്ധം. കാരണം ഇനി മുന്നോട്ട് ഗോൾഡ് ഇനി ശക്തമായിട്ട് മുന്നോട്ട് കയറും എന്നുള്ള ഒരു വാദപ്രതിവാദത്തിന് ഞാൻ ഇല്ലെങ്കിൽ കൂടിയും ഗോൾഡ് എന്ന് പറയുന്നത് വളരെയധികം സ്കേഴ്സിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. മെഡിസിനും ആഭരണത്തിനും വേണ്ടിയിട്ടും പല ഗവൺമെന്റ് കരുതൽ ധനം എന്നുള്ള രീതിയിലും ഗോൾഡിനെ നോക്കി കാണാറുണ്ട്, ബൈ ചെയ്യാറുണ്ട്. 2026 ഗോൾഡ് മുന്നോട്ടാണ് എന്നുള്ള ഒരു പ്രവചനം ഞാൻ നടത്തുന്നില്ലെങ്കിൽ കൂടിയും നമ്മുടെ പോർട്ട്ഫോളിയോയില് ഗോൾഡ് ഇല്ലാതിരിക്കുന്നത് ഇത്തരത്തിൽ റാലി ചെയ്താൽ ആ ഒരു റാലി മിസ്സാകും എന്നുള്ള ഒരു സൂചന ഞാൻ വീണ്ടും നിങ്ങൾക്ക് നൽകാനായിട്ട് ശ്രമിക്കുകയാണ്. രണ്ടാമത് ഉള്ളത് ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് പല ആളുകളും മിസ് ആക്കുന്നുണ്ടെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നാസ്ഡാക്ക് ഈ ഒരു വർഷം മാത്രം ഏകദേശം ഒരു 30%-ലേറെ റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് മാർക്കറ്റും ഏകദേശം ഒരു 30%-ലേറെ റിട്ടേൺ ഈ ഒരു 2025 നൽകിയിട്ടുണ്ട്. അപ്പോ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് നാസ്ഡാക്കിലും US ആപ്പിളും ഫേസ്ബുക്കും ഗൂഗിളും ഉൾപ്പെടെയുള്ള ഈ നാസ്ഡാക്കിൽ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും, ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് മോത്തിലാൽ ഒസ്വാൽ മാനേജ് ചെയ്യുന്ന MON100 എന്ന് പറയുന്ന ഒരു ഫണ്ടാണ്. ഈ ഒരു ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ ഡിമാറ്റ് വഴി നമ്മൾ നിക്ഷേപം നേരെ പോകുന്നത് US മാർക്കറ്റിലേക്കാണ്. അതുപോലെ തന്നെയാണ് ചൈനീസ് മാർക്കറ്റ്. 2025 കാലഘട്ടത്തിൽ ഏകദേശം ഒരു 30% റിട്ടേൺ നൽകിയ ചൈനീസ് മാർക്കറ്റിൽ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആങ്സൺ ബീസ് എന്ന് പറയുന്ന ഒരു ETF ഫണ്ട്. ഈ ഒരു ETF ഫണ്ടിൽ നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ നേരെ ആ നിക്ഷേപം പോകുന്നത് ആലിബാബയും അല്ലെങ്കിൽ BYDയും ഉൾപ്പെടെയുള്ള ജയന്റ് കമ്പനീസ് ഏകദേശം 14 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ചൈനീസ് മാർക്കറ്റിലേക്കാണ്. കൂടാതെ ഈ ഒരു കാലഘട്ടത്തിൽ ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം തന്നെ ശക്തമായ ഒരു മുന്നേറ്റം കൈവരിച്ചു. ഈ ഒരു സമയത്ത് ഏതൊക്കെ സ്റ്റോക്കുകൾ കയറും ഏതൊക്കെ സ്റ്റോക്കുകൾ കയറില്ല എന്ന് കൃത്യമായിട്ട് പ്രവചിക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, HL, പാരാസ് ഡിഫൻസ് അടങ്ങിയ ഒരുപാട് കമ്പനീസ് അടങ്ങിയ ഒരു സെക്ടറാണ് ഡിഫൻസ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നമ്മളുടെ യുദ്ധ ഉപകരണങ്ങൾ ഇവിടെ നിർമ്മിക്കാനായിട്ടുള്ള ഒരു തീരുമാനം
നമ്മളുടെ പ്രതിരോധ മന്ത്രാലയം എടുത്ത വിവരം നിങ്ങൾ എല്ലാ ആൾക്കാരും അറിഞ്ഞു. ഇത് മാത്രമല്ല, ഇന്ത്യനെ ഒരു ഡിഫൻസ് മേഖലയിലുള്ള ഒരു എക്സ്പോർട്ട് ഹബ്ബായിട്ട് കൂടി മാറ്റുക എന്നുള്ള ഒരു ദൗത്യം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ചിന്ത കൂടി നമ്മളെ രാജ്യത്തിനുണ്ട്. അപ്പൊ ഈ ഒരു ചിന്ത എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ വാങ്ങുന്ന ഡിഫൻസിലുള്ള ഒരു സ്റ്റോക്ക് മേ ബി അത് നമ്മളുടെ കഷ്ടകാലത്തിന് അത് താഴെ പോവുകയും മറ്റുള്ള ഡിഫൻസ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഡിഫൻസ് സെക്ടർ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സിനാരിയോ പല സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമുക്ക് നേരിട്ട് തന്നെ ഡിഫൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് രണ്ട് മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഡിഫൻസ് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് നിക്ഷേപിക്കാം, അല്ലെങ്കിൽ എംഒ ഡിഫൻസ് എന്ന് പറയുന്ന മോത്തിലാൽ ഒസ്വാൾ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു ETF ഫണ്ടാണ്. ഇത് രണ്ടിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ, എംഒ ഡിഫൻസിലും ഇൻവെസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ ഡിഫൻസ് മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്താലും അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ഡിഫൻസ് സെക്ടറാണ്, ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫൻസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഭാഗമാണ്. അതൊരു പർട്ടിക്കുലർ സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ച ആ ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഡിഫൻസ് മ്യൂച്വൽ ഫണ്ടും അല്ലെങ്കിൽ എംഒ ഡിഫൻസ് എന്ന് പറയുന്ന ETF-ഉം ഉണ്ട് എന്നുള്ളത് പല ആളുകളും മറന്നു പോകുന്നുണ്ട്. പിന്നീടുള്ള ഒരു ശ്രേണിയാണ് ETF എന്ന് പറയുന്നത്. എന്താണ് ETF? എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് ETF. ഈ ETF നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഡിഫൻസ് സെക്ടറിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അതുപോലെ ഡിഫൻസ് സെക്ടറിന് മാത്രമല്ല, IT സെക്ടറിന് ITBs, PSU ബാങ്കിന് PSU ബാങ്ക് ബീസ്, സാധാരണ പ്രൈവറ്റ് ബാങ്കിന് നിഫ്റ്റി ബാങ്ക് ബീസ്, നിഫ്റ്റിക്ക് തന്നെ നിഫ്റ്റി ബീസ്, അങ്ങനെ ഒരുപാട് ETF ഉണ്ട് നമ്മളുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. ഈ ETFകളിൽ നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ അതൊരു സ്റ്റോക്കിലേക്കല്ല, മറിച്ച് ഒരു സെക്ടറിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സെക്ടറിലുള്ള ഒരു പ്രത്യേക സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ETF എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ഏത് സെക്ടറിലാണോ ബുള്ളിഷ് ആ സെക്ടറിലേക്കുള്ള ETF ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ സാധിക്കും. പിന്നീട് പല ആളുകളും ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക് ആണ് എമർജൻസി ഫണ്ട് നമ്മളുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് പല ആളുകളും വെക്കാറുണ്ട്. ഇതിന്റെയും ആവശ്യമില്ല. ഇവിടെ നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിൽ ലിക്വിഡ് ബീസിനെ പരിഗണിക്കാൻ സാധിക്കും. മാർക്കറ്റിന്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച് ലിക്വിഡ് ബീസ് മാറ്റങ്ങൾ ഉണ്ടാക്കുകയില്ല എന്ന് മാത്രമല്ല, ലിക്വിഡ് ബീസ് നമുക്ക് ഇയർലി ഏകദേശം ഒരു 5% ഇൻട്രസ്റ്റും ലഭിക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ലിക്വിഡ് ബീസ് അതേ വിലക്ക് തന്നെ വാങ്ങിച്ച അതേ വിലക്ക് തന്നെ വിൽക്കാനായിട്ട് സാധിക്കും. എത്ര നാളാണോ നമ്മൾ ലിക്വിഡ് ബീസ് ഹോൾഡ് ചെയ്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എമർജൻസി ഫണ്ട് ഒരിക്കലും നമ്മുടെ ക്യാഷ് ആയിട്ട് നമ്മളുടെ കയ്യിൽ വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഡിമാറ്റിലൂടെ നമുക്ക് ലിക്വിഡ് ബീസ് എന്ന് പറയുന്ന ഒരു ഡെപ്റ്റ് ETF വാങ്ങാനായിട്ട് സാധിക്കും. ഇനിയും മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റോക്കിനെ നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ പാലിക്കേണ്ട വളരെ മിനിമൽ ആയിട്ടുള്ള കുറച്ച് ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കുക തന്നെ വേണം. ഒരു സ്റ്റോക്ക് കണ്ണും പൂട്ടി ആരുടെയും സജഷൻ കിട്ടുമ്പോൾ വേറെ ഓരോ കാര്യങ്ങളും ചിന്തിക്കാതെ സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത 2026 ഉണ്ടാവരുത്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ളത് നമ്മളുടെ ചാനലിൽ, ഈ ഒരു ചാനലിൽ തന്നെ ഉണ്ട്. ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് വളരെ ബിഗിനേഴ്സിന്, എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ നമ്മൾ ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് എന്താണെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റോക്ക് വാങ്ങുമ്പോൾ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് വീഡിയോ ഞാനിപ്പോ ഐ ബട്ടണിൽ കൊടുക്കാം. നമ്മുടെ ചാനലിലും ഉണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ 2026 എല്ലാ ആളുകൾക്കും വളരെ നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ജേണി ആയിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ദിസ് ഈസ് സിയാദ് ഇലിഗൽ സൈനിങ് ഓഫ്. താങ്ക് യു.